ഇത് പറയുമ്പോ ഇടതുപക്ഷ ഞങ്ങൾക്ക് നട്ടലിന് ഉറപ്പുണ്ട്. ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. ഞങ്ങൾക്ക് ശിരസ് കുനിയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ കടയിൽ നിന്നും RSSന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന 4 വോട്ടുണ്ടല്ലോ, അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ജെയ്സി തോമസ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ടായിരുന്നതും അത് വോട്ട് നീക്കുപോക്കുകൾ ഉണ്ടായിരുന്നതും പാലോളി സഖാവ് പറഞ്ഞതും ഇപ്പോഴും കേരളത്തിന് മുന്നിലുണ്ട്. അതിന്റെ വീഡിയോ രേഖയടക്കം. നമ്മുടെ പ്രശ്നം അതല്ലല്ലോ. ഞാൻ ചോദിച്ചത് ബഫർ സോണിന്റെ കാര്യത്തിൽ വളരെ വസ്തുതാപരമായി കേരളത്തിന്റെ മന്ത്രി ഇന്ന് കേരളത്തിന് കൊടുത്ത ഉറപ്പിനെ കുറിച്ചാണ്. ഇത് തമാശയല്ല, ഞാൻ തമാശയല്ല ചോദിച്ചത്. കേരളത്തിന്റെ മന്ത്രി എന്ന് പറയുന്നു 1 മീറ്റർ പോലും ബഫർ സോൺ ഇല്ല. ഞാൻ DPR പഠിച്ചതാണ്, വിശദമായി പഠിച്ചതാണ്, നിങ്ങളും പോയി പഠിക്കൂ എന്ന് പറയുന്നു. കേരളത്തിന്റെ MD ബഫർ സോൺ ഉണ്ടെന്ന് പറയുന്നു. താങ്കൾക്കും ബോധ്യമുണ്ട് ബഫർ സോൺ ഉണ്ട് എന്ന്. കേരളത്തിൽ ആര് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കണം? അങ്ങ് വീണ്ടും അതിലേക്കാണ് മടങ്ങി പോകുന്നത്. ഞാൻ അവസാനിപ്പിച്ചതാണ്. നഷ്ടപരിഹാരം കിട്ടുന്നവരായിരിക്കില്ലല്ലോ, താങ്കൾ പറഞ്ഞ പാക്കേജിന്റെ ഗുണഭോക്താക്കളായിരിക്കില്ലല്ലോ ബഫർ സോണിൽ വരുന്നത്. അവരുടെ ആശങ്കകൾ കേൾക്കണമല്ലോ. പ്രാദേശികമായി ഇന്ന് വരുന്ന എതിർപ്പുകളിലൊക്കെ ഇതിനടുത്തുകൂടി ഈ പദ്ധതി കടന്നു പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒന്നും സ്ഥലങ്ങൾക്ക് പിന്നീട് വില ഉണ്ടാകില്ല, ഞങ്ങൾക്ക് ഇവിടെ സമാധാനമായി ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നവരുണ്ടല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണത്. ബഫർ സോൺ ഉണ്ടോ ഇല്ലയോ? അതൊന്നും എനിക്കറിയാൻ മേല. അങ്ങേക്ക് താല്പര്യം, ഞാനത് വിശദമാക്കിയിട്ടും അങ്ങേക്ക് താല്പര്യം അതിൽ മേലെ കടന്ന് കറങ്ങാനാണ്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. താങ്കൾക്ക് വിശദീകരണ യോഗങ്ങളിൽ നിന്ന് കിട്ടിയ വിവരം എന്നാണ്. താങ്കൾ CPM-നെ പ്രതിനിധീകരിച്ച് ഇന്നത്തെ ചർച്ചയിൽ ഔദ്യോഗികമായി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കാൻ വന്ന ആളാണ്. താങ്കൾക്ക് അക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാകും. ഒന്നുകിൽ മന്ത്രി പറഞ്ഞത് തെറ്റാണെന്ന് താങ്കൾ പറയേണ്ടി വരും, കേരള MD പറഞ്ഞതാണ് ശരിയെന്ന് പറയേണ്ടി വരും. അത് പറയാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നതെങ്കിൽ ഞാൻ ആ ചോദ്യം ഉപേക്ഷിക്കാം. നേരത്താണോ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരാൻ തോന്നിയത്? ഇവിടെ 21 അല്ലെങ്കിൽ 20 ക്യാബിനറ്റ് മന്ത്രിമാർക്ക് പോലും ഈ കാര്യത്തിൽ വ്യക്തതയില്ല എന്ന് കൃത്യമായി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഇപ്പൊ ബോധ്യപ്പെട്ടില്ലേ? ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ചിരിച്ചുകൊണ്ടിരിക്കേണ്ടി വന്നില്ലേ? അദ്ദേഹം അവിടെ മരിച്ചിരിക്കേണ്ടി വന്നില്ലേ? ഓട്ടടാ സാരമില്ല. ഷാനിയുടെ ചോദ്യത്തിന്റെ മുമ്പിൽ പതറിപ്പോയി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ചിരിച്ചുകൊണ്ടിരിക്കേണ്ട ഗതികടി സഹോദരൻ വന്നില്ലേ? എന്താ കാര്യം? മന്ത്രിക്ക് പോലും വ്യക്തതയില്ല. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.